അടുത്തതായി നമ്മൾ മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനായി സ്വതന്ത്ര ചിന്തയിലേക്കുള്ള നാൾവഴികളും എന്നെ നിരീശ്വരവാദിയാക്കിയ ചിന്തകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ ശ്രീ ദിനേശൻ പൊയിലൂരിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ സിന്ധുരാജ് ചാമപ്പറമ്പിൽ, ഇവിടെ നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ രാജു വാടാനപ്പള്ളി, ശ്രീ MJ തങ്കച്ചൻ, വേദിയും സദസ്സിലുമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് അവസരം തന്ന KYS ജില്ലാ കമ്മിറ്റിയോടും എന്നെ കേൾക്കാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വിഷയം സ്വതന്ത്ര ചിന്തയിലേക്കുള്ള നാൾവഴികൾ, എന്നെ നിരീശ്വരവാദിയാക്കിയ ചിന്തകൾ, ഇതൊക്കെ തന്നെയാണ്. വളരെ സ്വാഭാവികമായിട്ട് സാധാരണക്കാരൻ്റെ ജീവിതഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ എന്നെ മാറ്റിമറിച്ച ജീവിത പശ്ചാത്തലങ്ങൾ, നമ്മളെ ചിന്തകൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ആലോചിക്കുന്നത്. നമ്മളെ തങ്കച്ചൻ സാറിനെ പോലെയുള്ള, നമ്മളെ രാജു വാടാനപ്പള്ളി പോലെയുള്ള ആളുകളൊക്കെ നല്ല പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു സമീപനം എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഈ അടി ഫൈറ്റ് പഠിച്ച ആൾക്കാരുണ്ടാവും. അവരുടെ ഫൈറ്റ് കാണുമ്പോൾ കൃത്യമായൊരു താളവും അതിനൊരു ചടുലതൊക്കെ ഉണ്ടാവും. ഉത്സവപ്പറമ്പിൽ അടി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഉത്സവപ്പറമ്പിൽ അടിക്ക് അത് ഏത് വഴിക്കല്ല വരുന്നത്, ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടി, ഒന്നിനും ഒരു കണക്കൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ആ രീതിയിൽ എടുത്താൽ മതി എൻ്റെ ഒരു പ്രഭാഷണ രീതിയെ. നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മളൊക്കെ ജനിച്ചു വീണത് മിക്കവാറും ആൾക്കാർ ഒരു യാഥാസ്ഥിക കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കാനാണ് സാധ്യത. ഭൂരിപക്ഷം ആൾക്കാരും. തീർച്ചയായിട്ടും ഞാനും ജനിച്ചു വീണത് ഒന്നാം തരം 916 അന്ധവിശ്വാസം പേറുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അപ്പോൾ അതേസമയത്ത് ഒരു കുഞ്ഞുനാളിലെ ഒരു സ്വതന്ത്ര ചിന്തയിൽ അല്ലെങ്കിൽ യുക്തിചിന്തയിലൂടെ വളരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ജനിക്കണം. അതായത് ഞാൻ കരുതുന്നു, ഒരു മനുഷ്യ ശിശുവിന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ചിന്തകരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ജനിച്ചു വീഴുക എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിധിവിലക്കുകളുടെ തടസ്സങ്ങളൊന്നും തന്നെയില്ല. അവനവൻ്റെ ബോധ്യത്തിനനുസരിച്ചിട്ട്, അവനവൻ്റെ സാധ്യതകൾക്കനുസരിച്ചിട്ട് എത്രത്തോളം വളരാനും ചിന്തിക്കാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ച അവസരം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണെന്നാണ് ഞാൻ ഇന്ന് കരുതുന്നത്. ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് അന്ന് വയറുകറച്ച ആഹാരമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പം വലിയ പൈസക്കാരെ കാറിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ആ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു, അല്ലെ ഏതെങ്കിലും കുറച്ച് പൈസയുള്ള വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത അന്ന് നമ്മൾ പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ദാരിദ്ര്യമില്ല. ഇന്ന് സമൃദ്ധിയിലാണ് നമ്മളെ കുട്ടികളൊക്കെ വളരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ചിന്താ ദാരിദ്ര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ പറക്കും മുമ്പേ തന്നെ ചിറകുകൾ അരിച്ചു കളയുന്ന നമ്മുടെ വിദ്യാഭ്യാസ രീതി. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ചെറിയ കുട്ടികൾ, ഒരു വിശ്വാസിയുടെ കുട്ടി എങ്ങനെയാണ് വളരുന്നത്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് ചെറിയ ഒരു പുസ്തകം എടുത്ത് കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും ഇതിനകത്തുണ്ട്, ഇതിനപ്പുറം മറ്റൊരു സത്യമില്ല. അപ്പോൾ ഇതിനപ്പുറം നിങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്വേഷണത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധ്യതകളും അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വെട്ടിയൊതുക്കപ്പെട്ട ബോൺസായി മരങ്ങളായി വളർത്തപ്പെടുന്ന കുട്ടികളാണ് പൊതുവെ വിശ്വാസി സമൂഹത്തിനകത്തുള്ള കുട്ടികൾ. നമുക്കറിയാം, നട്ടു നനച്ച് വളർത്തുന്ന മരങ്ങളൊന്നും തന്നെ കൊടുങ്കാറ്റുകൾ അതിജീവിക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ വെള്ളവും വളവും ഒക്കെ ഇട്ട് ഇഷ്ടം പോലെ കൊടുത്ത് വളർത്തുന്ന മരങ്ങൾ, നട്ടു നനച്ച് വളർത്തുന്ന മരങ്ങൾക്ക് അവരുടെ വേരുകൾക്ക് ഒരുപാട് ആഴങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരാറില്ല. കാരണം അവർക്ക് ഉള്ളതെല്ലാം മേലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൊടുങ്കാറ്റുകളെ അത്തരം മരങ്ങൾ അതിജീവിക്കാറില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ബോൺസായി ചട്ടികളിൽ വളർത്തപ്പെടുന്ന ബോൺസായി മരങ്ങളെ പോലെ എല്ലാ ചിന്തകളെയും അവരുടെ വേരുകൾക്ക് ആ ചട്ടിയുടെ ആഴം മാത്രമേ കാണൂ. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അതിനുള്ള അവസരമോ അവരുടെ ചിന്തകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഒരു കാറ്റ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള ഒരു വർഗീയ കാറ്റ് വരുമ്പോൾ എളുപ്പത്തിൽ ഈ വിശ്വാസക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ബോൺസായി മരങ്ങൾ എളുപ്പത്തിൽ മറിഞ്ഞു വീഴും. കാരണം എന്താണ്? അവരുടെ ചിന്തകളുടെ വേരുകൾക്ക് ഈ ഈ ചട്ടിയുടെ ആഴത്തിനപ്പുറം അതിന് താഴ്ചകളില്ല, അന്വേഷണങ്ങളില്ല. അപ്പോൾ വേരുകൾക്ക് ബലമില്ല, ചിന്തകൾക്ക് ബലമില്ലാത്ത ആളുകളെ വൈകാരികമായിട്ടുള്ള നിലപാടുകൾക്ക്, വർഗീയ കാറ്റുകൾക്ക് എളുപ്പത്തിൽ മറിച്ചിടാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഒരു ഭരണകൂടത്തെ തന്നെ നിർമ്മിച്ചെടുക്കാൻ ഇത്തരം വൈകാരിക നിലപാടുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ നട്ട് നനച്ച് വളർത്തുന്ന മരങ്ങളെ പോലെ എല്ലാ അറിവും ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് അന്വേഷണത്തിൻ്റെ സാധ്യതകളൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ അന്വേഷണങ്ങൾ പോലും ഒരു കുറ്റമാണ്, തെറ്റാണ്. അപ്പോൾ ഈ നിലവിലുള്ള ഈ അറിവിനെതിരെ ചിന്തിക്കുന്നത് പോലും പാപമാണ്, അത് നരകത്തിലേക്കുള്ള വിറകാണ് എന്നൊക്കെയാണ് ആ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടിയതിനു ശേഷം അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു യുക്തിവാദിയായ നിരീശ്വരവാദിയായ ഒരാളല്ല. ആ തരത്തിലല്ല ഞാൻ അങ്ങനെ ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഞാനൊരു തികഞ്ഞ യാഥാസ്ഥിക പശ്ചാത്തലത്തിൽ വളർന്ന ആൾ തന്നെയാണ്. അപ്പോൾ നേരെ മറിച്ച് പക്ഷേ ഞാൻ വളരെ കുഞ്ഞുനാളിൽ തന്നെ ഞാനൊരു സംഘപരിവാര രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഫാമിലി പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അങ്ങേയറ്റം നല്ല വിശ്വാസിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ട് ആന്തരികമായിട്ടുള്ള ഒരു കലാപം നമ്മുടെ ഉള്ളിൽ തന്നെ അതിനോട് പ്രതിഷേധ സൂചകമായിട്ടുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാ സാമൂഹിക അനീതികളും ചെന്ന് നിൽക്കുന്നത് മതങ്ങളിലാണ്, മതവിശ്വാസങ്ങളിൽ. അവയുടെ തായ്വേരുകൾ, എല്ലാ അനീതികളും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, അയിത്തം, ഏത് തരത്തിലുള്ള സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയും എത്തി നിൽക്കുന്ന എല്ലാത്തിൻ്റെ ഈ തായ്വേരുകൾ നമ്മുടെ വിശ്വാസങ്ങളിലും മതങ്ങളിലും ഒക്കെ തന്നെ ചെന്ന് കെട്ടുപടിഞ്ഞ് കിടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ഒക്കെ വരുമ്പോൾ ദിവസങ്ങളോളമുള്ള പരിശ്രമമായിരിക്കും. നമ്മളതിന് ചർമ്മം എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. പരിശ്രമം അതിൻ്റെ ഒരു ചുരുക്കെഴുത്താണത്, പരിശ്രമം. ഇപ്പം നമ്മൾ തന്നെ കഴുങ്ങൊക്കെ വെട്ടി നമ്മൾ തന്നെ പന്തലിട്ട് നമ്മൾ തന്നെ ആണ് ഒരു കല്യാണ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അപ്പോൾ കല്യാണ തലേ ദിവസം ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ അരവിനുള്ള അമ്മി ഉണ്ടല്ലോ, നമ്മൾ അരക്കാനുള്ള അമ്മി. വലിയ കരികല്ലോടുള്ള അമ്മിയായിരിക്കും, അത് ചുമന്നു കൊണ്ടുവരണം. നല്ല ആരോഗ്യമുള്ള ആളുകളാണ് അത് എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അത് ഒരു മുളന്തണ്ട് വെച്ച് അമ്മിയെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ മേലെ വലിയ ബലമുള്ള മുളന്തണ്ട് വെച്ച് കയറ് കൊണ്ട് പ്രത്യേക രീതിയിൽ വരിഞ്ഞ് മുറുക്കി കെട്ടുന്ന രീതിയുണ്ട്. ആ കെട്ടുന്ന രീതി ഞാൻ നോക്കി മനസ്സിലാക്കിയത് കൊണ്ട് ഈ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇങ്ങനെ അടുത്ത വീട് 5-10 വീടുകളിൽ നിന്നുള്ള അമ്മിയെടുത്ത് വരണം. ചിലപ്പോൾ കുറച്ച് അടുത്തടുത്ത് വീടില്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ എടുത്തുകൊണ്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 3-4 എണ്ണം എടുത്ത് വന്നതിന് ശേഷം ഒരു വീടിൻ്റെ അടുത്ത് എത്തിക്കഴിപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു ആ അമ്മി വേണ്ട. അപ്പം ഞാൻ അതെന്താ, അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എന്താ കാരണം? വൃത്തിയില്ലാതെ. അതെന്താ വൃത്തിയില്ലാതെ? അപ്പം അത് മുമ്പേ എടുത്ത അമ്മി വൃത്തി ഉണ്ടായിരുന്നോ? പുഴുവൊക്കെ ഉണ്ടായിരുന്നു അടിയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ വൃത്തി ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അവിടെ താമസിക്കുന്ന സ്ത്രീ ഒരു കീഴാള അല്ലെങ്കിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഇവരെ ഇത് പറയിപ്പിച്ചത് അവർ ബോധപൂർവ്വമല്ല, അവർ പോലും അറിയാതെ അവർ ഉള്ളിൽ നിന്ന് വരികയാണ് അത് വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഈ മുൻവിധി, ജാതീയപരമായിട്ടുള്ള മേലാള കീഴാള ബോധങ്ങൾ, തൊട്ടുകൂടായ്മകൾ. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് വൃത്തിയില്ലാത്തത് യഥാർത്ഥത്തിൽ ആ അമ്മിക്കല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലാണ്, നിങ്ങളുടെ ചിന്താഗതികൾക്കാണ് വൃത്തിയില്ലാത്തത് എന്ന് അന്ന് തന്നെ അവരോട് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താധാര ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യ അനീതികൾക്കെതിരായി നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ ആശയത്തിലേക്ക് എത്തിച്ചേർന്നുള്ളതാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ചില സാംസ്കാരിക സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ചില അധ്യാപകരൊക്കെ വന്നിട്ട് കുട്ടികളെ ഇരുത്തിയിട്ട് പുരാണ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനെ നമ്മുടെ ദേശീയ പാരമ്പര്യ ബോധത്തോടെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ നല്ല കഥകളാണ് ഇപ്പോൾ പൊലിപ്പിച്ചിങ്ങനെ വർണ്ണിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് നല്ല കഴിവുള്ള ആളുകളാണ് എപ്പോഴും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃഷ്ണൻ്റെ കഥ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കഥ കേൾക്കാനുള്ള കൗതുകം കൊണ്ട് സ്വാഭാവികമായിട്ടും കേൾക്കാൻ പോയിരിക്കും. നമുക്കതിൻ്റെ രാഷ്ട്രീയമായ മറ്റു വശങ്ങളെ പറ്റിയൊന്നും അറിയില്ല. നമ്മൾക്ക് കഥ കേൾക്കണം. അപ്പം നമ്മുടെ ആളുകളോട് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ പോകുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണൻ്റെ കഥ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു അധ്യാപകൻ വന്നിട്ട്, അധ്യാപകനെ കണ്ടാൽ അറിയാം, നമുക്കറിയാം, ഒരു കുറേയൊക്കെ തൊട്ടിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അവബോധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ കഥ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംസൻ എന്ന് പറയുന്ന കൃഷ്ണൻ്റെ അമ്മാവനായിട്ടുള്ള കംസന് അശരീരി ഉണ്ടായി. നിങ്ങളുടെ പെങ്ങൾക്ക് സഹോദരിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ ഈ കംസനെ കൊല്ലും എന്നുള്ളതാണ് ഈ അശരീരി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ തുറുങ്കിലടക്കുന്നു. അപ്പോൾ ഈ കഥകൾ നമ്മളെ ആകാംക്ഷയോടെ, ആ കുട്ടിയാണ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ തുറുങ്കിലടക്കുന്നു. അപ്പോൾ കിങ്കരന്മാരെ കാവൽ നിർത്തുന്നു. ഓരോ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നിലത്തടിച്ച് കൊല്ലുന്നു. അങ്ങനെ 1, 2, 3 ഇങ്ങനെ വർണ്ണിച്ച് 8ാമത്തെ കുട്ടി രക്ഷപ്പെടുന്നതും അങ്ങനെയാണ് കഥ പറഞ്ഞു വരുന്നത്. പക്ഷേ സഹജമായിട്ടുള്ള കൗതുകം കൊണ്ടും ബാല്യത്തിൻ്റെ നിഷ്കളത കൊണ്ടും എന്നോട് ചോദിച്ചു പോയി, അല്ല സാറേ മാഷേ, ഇവരെ ഇങ്ങനെ രണ്ടാളെ ഒരു റൂമിലിട്ടോണ്ടല്ലേ ഇതിങ്ങനെ എല്ലാ കൊല്ലവും കൊല്ലേണ്ടി വരുന്നത്, ഇവർ രണ്ടാളെ 2 റൂമിലാക്കിയാൽ പോരേനോ എന്നുള്ള വളരെ സഹജമായിട്ടുള്ള ഒരു കൗതുകത്തിൽ അന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തായി. ക്ലാസ്സല്ല, ഒരു വീട്ടിൻ്റെ വരാന്തയിലാണ്. ഇപ്പോൾ പുറത്തു പോകാൻ പറഞ്ഞു, ഞാൻ പുറത്തു പോയി. വിജയ് മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ കുട്ടി ക്ലാസ്സിന് പുറത്തു പോകും, പക്ഷെ ചോദ്യം അവിടെ അവശേഷിക്കും. ഈ ചോദ്യം അവിടെ അവശേഷിച്ചു. എന്തിനാണ് പുറത്താക്കിയതെന്ന് അന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നില്ല. പക്ഷെ എന്നെ വിളിച്ച് വേറെ ആൾക്കാർ ഉപദേശിച്ചു, അങ്ങനെ ചോദിക്കരുത്, അത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ. പക്ഷെ അപ്പോഴും നമ്മളിത് ബോധപൂർവ്വം ചോദിച്ചില്ല. നമ്മൾ കേട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അറിയാം, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യം പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ, അത് എന്നെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും വീണ്ടും ക്ലാസ്സുകൾ ഉണ്ടായി. അടുത്ത ആഴ്ചകളിൽ വീണ്ടും നമ്മൾ ക്ലാസ്സിന് പോയി. നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കഥ കേൾക്കാനുള്ള കൗതുകത്തിലാണ് നമ്മൾ ക്ലാസ്സിന് വന്നത്. പുരാണ കഥകളാണ് പറയുക, രാമൻ്റെ ഇതെല്ലാം. അടുത്ത പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള കഥ, ഒരു കഥ ഇതായിരുന്നു, ഈ ദശാവതാരങ്ങളെ പറ്റിയിട്ട്. അങ്ങനെ അവതാര കഥകൾ, അവതാരങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ബലരാമൻ, പരശുരാമൻ എന്നെല്ലാം പറഞ്ഞിട്ട് അവതാര കഥകൾ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വർണ്ണിച്ച് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എനിക്ക് അന്ന് തന്നെ ഒരു പ്രശ്നം തോന്നി. കാരണം 5ാമത്തെ അവതാരമാണ് വാമനൻ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. ഈ വാമനനാണ് നമ്മളെ കേരളം ഭരിച്ച മഹാബലിനെ ചവിട്ടിത്താച്ചി എന്നുള്ളതാണ് നമ്മളെ കഥ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ 7ാമത്തെ അവതാരമാണ് മഴുവരിച്ചിട്ട് കേരളം ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എനിക്കത് പൊരുത്തപ്പെട്ടില്ല. കാരണം 5ാമത്തെ അവതാരം കേരളം ഭരിച്ച ചക്രവർത്തിനെ ചവിട്ടിത്താത്തുക, പിന്നെ അതും കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത അവതാരം വരുന്നത്. 7ാമത്തെ അവതാരമാണ് അത്രേ മഴുവരിച്ചിട്ട് കേരളം ഉണ്ടാക്കി. എല്ലാ ഭാഷ എല്ലാത്തിലും ഇതിനൊരു കണക്കെല്ലാം വേണ്ടേ. അപ്പോൾ ഇത് നമ്മളെ ചിന്തകൾക്ക് ദഹിക്കുന്നില്ല. ഒരു നിലക്കും നമുക്കിത് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്രാവശ്യം മാഷ് എന്നെ ക്ലാസ് ഒന്നും പുറത്താക്കിയില്ല. ഇപ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ, മോനെ, ഈ ഭക്തിയിൽ യുക്തി പാടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു ഉപദേശം. ഭക്തിയിൽ യുക്തി പാടില്ല, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല. നമ്മൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അനുസരണയോടെ വിശ്വാസത്തോടെ കഥകൾ കേൾക്കാൻ തയ്യാറാവുക. ഇത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇത് ചോദ്യം ചെയ്യാനുള്ളതല്ല, ഇത് വിശ്വസിക്കാനുള്ളതാണ്. ആ രീതിയിലുള്ള കുറേ ഉപദേശങ്ങളാണ് ആ സമയത്ത് എനിക്ക് കിട്ടിയത്. ഞാൻ അന്നും വിശ്വാസി തന്നെയാണ്. പക്ഷെ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ അപാകതകളില്ലേ എന്നുള്ള ഒരു സംശയം ഒരു ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരുന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിൽ നമുക്ക് പല പല ഇസ്ലാമികപരമായിട്ടുള്ള മതപ്രഭാഷണങ്ങൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കേൾക്കും. ഈ ക്രിസ്തുമതമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ലഘുലേഖകളും പുസ്തകങ്ങളും ഇഷ്ടം പോലെ സൗജന്യമായിട്ട് കിട്ടുന്നൊരു കാലമാണ്. വീട്ടിൽ വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ കൗതുകത്തോടെ വായിച്ചു നോക്കും, അറിയാനുള്ളൊരു എന്തൊക്കെയാണ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മാത്രം ദൈവമല്ല, മറ്റനവധി ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട്, വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു നോക്കുമ്പോൾ അവിടെയും കൺഫ്യൂഷൻ വന്നു. ഒരു പ്രപഞ്ചം, അതിന് ഒരുപാട് സൃഷ്ടാക്കൾ, അതിലൊരു ദൈവം 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അത് ശനിയാഴ്ചയായിരുന്നു. ഇതേ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് വേറൊരു ദൈവം ഞായറാഴ്ച വിശ്രമിച്ചു. ഇതേ പ്രപഞ്ചം സൃഷ്ടിച്ച മറ്റൊരു ദൈവം വെള്ളിയാഴ്ച വിശ്രമിച്ചു. ഒരു സൈക്കോ ദൈവമുണ്ട്, വെള്ളിയാഴ്ച വിശ്രമിച്ച്. മൂപ്പർ ഒറ്റ പുസ്തകം നൂൽമ കെട്ടി താത്തി സ്ഥലം വിട്ടാണ്. അതിന് ശേഷം പിന്നെ ഒരു അന്ത്യപ്രവാചകനുണ്ട്. അപ്പോൾ അത് സമാധാനത്തിൻ്റെ മതം, അവരാണ് വെള്ളിയാഴ്ച വിശ്രമിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ കൈ ഉണ്ടാവോ, കാലുണ്ടാവോ, തലയുണ്ടാവോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ആ സമാധാന മതത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള നിലപാട്. നമുക്ക്
പിന്നെ നമ്മൾ പഠിച്ച കഥകളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല. അനവധി ദൈവങ്ങൾ, ഒരു പ്രപഞ്ചത്തിന് അനവധി സൃഷ്ടാക്കൾ, അത് സാധ്യമായ ഒരു കാര്യമാണെന്നുള്ള അന്നേതേ കൺഫ്യൂഷൻ പോകുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിൽ ഒരുപാട് ശരികൾ നിലനിൽക്കുമ്പോൾ ഈ ഒന്ന് ശരിയാണെങ്കിൽ മറ്റൊക്കെ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് യഥാർത്ഥ ശരി എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ സ്വതന്ത്ര ചിന്ത, യുക്തിവാദം എന്നൊക്കെ പറയുന്നത്. അപ്പം ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു, അങ്ങനെയാണ് നമ്മൾ കഥ വായിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി സത്യത്തിൽ ഈ മനുഷ്യൻ മണ്ണ് കുഴച്ചിട്ട് ദൈവങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? നേരെ തിരിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ദൈവങ്ങൾ ഒക്കെ തന്നെ ഇന്ന് വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. മഹാദരിദ്രരായിട്ടുള്ള ആളുകൾ അവരുടെ ദാരിദ്ര്യം മാറാൻ കൊടുത്ത പണം കൊണ്ട് പൈസക്കാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ദൈവങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അമ്പലം കെട്ടുന്നതും നമ്മളാണ്, പിരിവെടുക്കുന്നതും നമ്മളാണ്. അപ്പോൾ നമ്മൾ കളക്ഷൻ എടുത്ത് പിരിവെടുത്ത് കാണിക്കപ്പെട്ടി വെച്ച് സംഭാവന ശേഖരിച്ചിട്ട് തീറ്റിപ്പോറ്റുന്ന ദൈവങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. അല്ലാതെ ദൈവം സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എവിടെയൊക്കെയാണോ ആൾ കൂടുന്നത് അവിടെയുള്ള ദൈവമാണ് ശക്തനായ ദൈവം. അപ്പോൾ ദൈവം ശക്തനാവുന്നത് എങ്ങനെയാണ്? ആളുകൾ എത്രത്തോളം വരുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ മതം മതം ഇന്ന് ലോകത്തില്ല. ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിച്ച ദൈവങ്ങളൊന്നും ലോകത്തിന് വിശ്വസിക്കപ്പെടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിൽ എത്ര ആളുകൾ വിശ്വസിക്കുന്നു, അല്ലെ ആ ദൈവത്തിൻ്റെ പേരിൽ എത്ര സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നു, അതാണ് ആ ദൈവത്തിൻ്റെ ശക്തി. അങ്ങനെയല്ലാതെ ഒരു ദൈവത്തിന് തനതായിട്ട് ഒരു ശക്തി ഉണ്ട് എന്ന് കരുതാനുള്ള യാതൊരു ന്യായവും നമ്മുടെ മുന്നിൽ ഇല്ല എന്നതാണ്. പിന്നെ നമുക്കറിയാം, നമ്മളെ കുഞ്ഞുനാളിൽ നമുക്കൊക്കെ ഒരു ഭൂമിയുണ്ട്, തെങ്ങും പറമ്പ്, കുന്നും പുറത്താണ്, വീട്ടിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാട് പിടിച്ച സ്ഥലമൊക്കെയാണ്, വല്ലപ്പോഴേ പോവാറുള്ളൂ. അപ്പോൾ അവിടെ ഒരു പഴയ കാഞ്ഞിരത്തിൻ്റെ കുറ്റിയും പിന്നെ ഒരു കരിങ്കല്ലിൽ ഒരു തിരിവെക്കുന്ന സംഭവമെല്ലാം. അപ്പോൾ എന്തൊക്കെ കഴിക്കും, ഉച്ചക്കലശം എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെ ഇടയ്ക്ക് കഴിക്കും അവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു പ്രായത്തിലൊക്കെ അവിടെ പോകുമ്പോൾ വളരെ ഭക്തിയാദരവോട് കൂടിയിട്ട് ഈ പാമ്പിൻ്റെ സങ്കല്പമുള്ള സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ നമ്മൾ മുട്ട വെക്കും. ഈ മുട്ട വെക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടാണ്. ഉള്ള മുട്ട കടയിൽ കൊടുത്തിട്ട് സാധനം വാങ്ങാനാണ് പതിവ്. പിന്നെയുള്ള മുട്ട പാമ്പിന് വെക്കും. പാമ്പിന് വെച്ചാൽ കാക്ക കുടിക്കും. അതാണ് സത്യം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് പാമ്പ് കുടിക്കുന്നുണ്ട് തന്നെയാണ്. കാരണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഭക്തിയോടെ ചെന്ന് നോക്കുമ്പോൾ അപ്പോൾ ഈ മുട്ട ഇങ്ങനെ കൊത്തിക്കുടിച്ചായിട്ട് കാണാം, തോടിങ്ങനെ അപ്പുറം ഇപ്പുറമായിട്ടുണ്ടാവും. പിന്നീട് വളർന്നപ്പോൾ നമ്മൾ വായനയുടെ ലോകത്തൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഒരു പാമ്പും അങ്ങനെ മുട്ട കൊത്തി കുടിക്കാറില്ല. മറിച്ച് പാമ്പെന്താ ചെയ്യുക, മുട്ട വിഴുങ്ങുക ചെയ്യുക. അത് വയറ്റിൽ വെച്ചിട്ട് പൊട്ടിക്കും. ഏതെങ്കിലും വേറ്റിനുള്ളിലോട്ട് വലിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ വയറ്റിൽ വെച്ച് പൊട്ടിച്ചിട്ട് പിന്നെ അത് പാമ്പ് റിവേഴ്സ് ഗിയറിലിട്ടിട്ട് ഈ തോട് ഇങ്ങനെ പുറത്തേക്ക് ചപ്പിക്കളിയായി. അപ്പോൾ പാമ്പ് കുടിച്ച മുട്ടയാണെങ്കിൽ അത് നമ്മൾ ചവിട്ടിപ്പോയതുപോലെ മുട്ടത്തോട് കിടക്കും. കൊത്തി കുടിച്ചത് ഏതോ പക്ഷി, കാക്ക, അങ്ങനെ എൻ്റെ ഒരുപാട് മുട്ടകൾ കാക്ക കുടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ പ്രായത്തിൽ നമുക്കതിനെപ്പറ്റി അറിവില്ലാത്ത ഒരു കാലത്തിലാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെ എന്നെ ചെറിയ പ്രായത്തിൽ എന്നെ സ്വാധീനിച്ച എൻ്റെ സ്വതന്ത്രയിലേക്കുള്ള നാൾ വഴികൾ, ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പുറകുവശത്ത്, തറവാട് വീട്ടിൻ്റെ തൊട്ട് പുറകുവശത്തുള്ള ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും കൗമാര പ്രായത്തിലുണ്ടാകുന്ന ചില ആൻസൈറ്റി, എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. പേടിച്ചു പോയി എന്നാ പറയാം നമ്മൾ നാടൻ ഭാഷയിൽ. പേടിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണ ചരട് കെട്ടുക, ചില കർമ്മങ്ങളൊക്കെ കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആളുകൾ ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി, കുട്ടി ഇങ്ങനെ പേടിച്ചു പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ അഭിപ്രായപ്പെട്ടു, ഇത് ചില്ലറ കേസല്ല, ചരട് പോരാ, ഇല്ലത്ത് പോയിട്ട് നമ്പൂരി എന്നെ നേരിട്ട് കൊണ്ടുവരാം, അവൻ്റെ നമ്മൾ കർമ്മം കഴിക്കാം. അപ്പോൾ ആളുകളെ വിട്ടു ഇല്ലത്തേക്ക്. അപ്പം ശരം പോലെ നമ്മൾ ഓടി. ആ സമയത്ത് നമ്മൾ എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ഒരു ചെറിയ പ്രായമാണല്ലോ. ഇവിടെ ഓടുമ്പോൾ വെച്ചാൽ ഒരു എഴുത്തും തന്നു വിട്ടു. ഈ എഴുത്തവിടെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി അടുത്ത് എന്താ വന്ന് നമ്മൾ മുറ്റത്തിൻ്റെ പുറത്ത് വെക്കണം, അവിടെ വെച്ച് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കല്ലും വലിയ കടലാസ് അവിടെ വെച്ച് നമ്മൾ പുറകോട്ട് മാറി നിന്ന്. അപ്പോൾ അവിടുന്ന് വന്ന് എടുത്ത് ഇത് വായിച്ചു നോക്കി, നടന്നോളൂ പുറകെ വന്നേക്കാന്ന് പറയും. അപ്പോൾ നമ്മൾ നടന്ന് ഇവർ തന്നെ, കാരണം ഇവർക്ക് വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ നിശ്ചിത അകലത്തിൽ നടക്കും, ഇവരുടെ പുറകിൽ വരും. അപ്പോൾ ഈ നമ്പൂരി വന്നു, ഈ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കുട്ടിയെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ചില പരിഹാര കർമ്മങ്ങളും ചില ചാർത്തുകളൊക്കെ എഴുതി കൊടുത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അങ്ങനെ അതൊക്കെ ചെയ്ത് പറഞ്ഞു വരുമ്പോഴേക്ക് സമയം ഒരു ഇരുടായിട്ടില്ല, ഒരു ഇരുടിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വീട്ടിലേക്ക്, നമ്പൂരിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇയാളെന്നാ പറയുന്നത്,
എന്നെ ആരെങ്കിലും വീട് വരെ കൊണ്ടാക്കി തരണം. എന്താ പ്രശ്നം? ഇയാൾക്ക് പേടി, ഒറ്റക്ക് പോവുകയാണ്. അപ്പോൾ ഒറ്റക്ക് പോവുകയെ പേടിയുള്ള ഈ വിദ്വാനാണ് ഈ കുട്ടീൻ്റെ പേടി മാറ്റം വന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ അത് ആടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അതിനകത്തൊരു അസ്വാഭാവികത തോന്നിയിട്ടില്ലെങ്കിലും എനിക്കതിനകത്ത് എന്തോ ഒരു അപാകത ഉണ്ടെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി മാറ്റം വന്ന വിദ്വാൻ ഇരുടൊന്നും ആയിട്ടില്ല, ഇരുടാവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇവർക്ക് എന്തായാലും ഇരുട്ടുന്ന വീട്ടിലെത്തുകയും ചെയ്യും. അത്ര 1.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ വിജനമായ സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പേടി. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ള ഒരാൾ, അത്രയും ഭീരുവായിട്ടുള്ള ഒരാളാണ് ഇവിടെ കുട്ടിയുടെ പേടി വാങ്ങാൻ മാറ്റാൻ വേണ്ടി വന്നിട്ട് ഇവരുടെ പാവപ്പെട്ട ആൾക്കാരുടെ പൈസയുമായിട്ട് പോകുന്നതെന്നാണ്. പിന്നെ ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ നാട്ടിൽ കുടുംബക്ഷേത്രങ്ങൾ കൊണ്ട് കളിയാണ്. മുക്കിന് കുടുംബക്ഷേത്രങ്ങളാണ്. പണ്ട് വാഗ്ബടാനന്ദൻ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ. ഒരു കാലത്ത് ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് കീഴാള സ്ത്രീകളുടെ ആദ്യ രാത്രി സവർണ പുരുഷനുള്ളതായിരുന്നു. ആദ്യ രാത്രി കല്യാണ തലേന്ന് ഈ പെൺകുട്ടിയെ അണിയിച്ചൊരുക്കിയിട്ട് നമ്പൂരിയുടെ വീട്ടിലേക്ക് ഉണ്ടാക്കണം. അന്ന് അവിടെയാണ്. അപ്പോൾ അന്ന് അതിനയിത്തമില്ല. ഈ അച്ഛന് മുറ്റത്തെ കയറാൻ പറ്റില്ല. കൊണ്ടാക്കുന്ന ആങ്ങളെയാണെങ്കിലും അവർ പുറത്ത് നിൽക്കണം, കുട്ടിക്ക് അത്തേ കയറണം. അത്രയേ ഉള്ളൂ അയിത്തത്തിൻ്റെ എല്ലാം കാര്യം. അപ്പോൾ അതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ അതൊക്കെ ഇല്ലാതാക്കിയത് വാഗ്ബടാനന്ദനാണ്. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര്. പിൽക്കാലത്ത് അദ്ദേഹം വാഗ്ബടാനന്ദൻ്റെ പേരിൽ അറിയപ്പെട്ടു. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ. അപ്പോൾ അത്തരത്തിൽ വാഗ്ബടാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിൽ, നവോത്ഥാന പരിശ്രമങ്ങളുടെ കാലഘട്ടത്തിൽ പറിച്ചെറിഞ്ഞ് പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ ചാത്തനും മറുതയും അങ്ങനെയുള്ള കുട്ടിച്ചാത്തന്മാരെ ഒക്കെ തന്നെ അവിടുന്ന് വീണ്ടെടുത്തുകൊണ്ട് പുനഃപ്രതിഷ്ഠ എന്ന ഓമന പേരിൽ പുതിയ റെസീറ്റ് ബുക്കുകളായിട്ട് ഇറങ്ങുന്ന ആരാണ്? നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിലെ ആൾക്കാരെ കൂട്ടത്തിൽ കാണാം. ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് പഴയ നമ്പൂതിരിമാർ. അന്ന് ഇവരൊക്കെ നവോത്ഥാന പരിശ്രമങ്ങളുടെ കാലത്ത് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ ഇന്ന് മുത്തുക്കുടകളുടെയും വെജാമരത്തിൻ്റെ ഒക്കെ അകമ്പടിയോടെ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇവരോട് തൊഴുതു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേടിയ അറിവുകളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വിലയിരുത്തുമ്പോൾ ഇത് രണ്ടും ചേർന്ന് പോകുന്നതല്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നമ്മളെ അസ്വസ്ഥപ്പെട്ടു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ചതയ കമ്മിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതേ ആളുകൾ തന്നെ ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങുമ്പോൾ അതിനകത്തുള്ള ഒരു പൊരുത്തക്കേട് അവർക്കൊന്നും അത് അന്നും ഇന്നും മനസ്സിലായാൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കതിൽ കൃത്യമായിട്ടുള്ള പ്രശ്നം തോന്നി. ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് കുടുംബക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കുടുംബക്ഷേത്രം ഒരു തറവാട്ടിൽ വന്നാൽ സത്യം പറഞ്ഞാൽ ഒരു പോളിയോ എല്ലാം ബാധിച്ച ഒരു കുട്ടി ഒരു വീട്ടിലുള്ളതിനോട്ടാ ഇതിനെ കുളിപ്പിക്കണം, തിരിച്ചു കിടത്തണം, മറത്തി കിടത്തണം. ഒരാൾ ഫുള്ള് അവിടെ നിൽക്കണം. ഒരു സ്വതന്ത്രമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ആ വീട്ടിലെ ആൾക്കാർക്ക് കഴിയില്ല. പിന്നെയോ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാൽ അതാരെങ്കിലും വീണാലോ അല്ലെങ്കിൽ അസുഖം വന്നാലോ എല്ലാം ഇതിൻ്റെ ദോഷം കൊണ്ടാണ് വീണ്ടും പ്രശ്നം വെക്കുക, പ്രശ്നം കൂടിക്കൂടി വരിക. ഈ പ്രശ്നം വെക്കുന്ന ആൾക്കൊരു പേരുണ്ട്, പ്രശ്നഹാരി. പ്രശ്നം ഇല്ലാതാക്കുന്ന ആൾ എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ ഇപ്പം എല്ലാവരും വിളിക്കുക പ്രശ്നക്കാരെന്നാണ്. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രശ്നക്കാരെന്നാണ് പറയുക. അപ്പോൾ ഇവർ ആണ് പുതിയ കാലത്ത് ആളുകളെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതിനകത്തും ചില ഏർപ്പാടുകളുണ്ട്. ഇപ്പം ഞാനാണ് അമ്പലം പ്രസിഡൻ്റെങ്കിൽ ഞാൻ പ്രശ്നക്കാരനായിട്ട് നേരത്തെ ഫോണിലൂട്ടിയോ അല്ലെ നേരിട്ടോ എനിക്ക് എന്തൊക്കെ ഇവിടെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എൻ്റെ അജണ്ടകൾ ഞാനിപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം എതിർക്കും. കമ്മിറ്റിക്കാർ എന്നുള്ള രീതിയിൽ നിങ്ങളെ അത് വേണ്ടെന്ന് പറയും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാവിലൂടെ പറയിപ്പിക്കുന്ന കലാപരിപാടിയാണ് പ്രശ്നം വെക്കൽ. പ്രശ്നക്കാരനോട് ഞാൻ സൂചിപ്പിക്കും ഇന്ന കാര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ നാവിലൂടെ പറയുന്നത് പോലെ ഈ കമ്മിറ്റിയിൽ വെച്ചിട്ട് പ്രശ്നം വെക്കുന്ന സ്ഥലത്ത് വെച്ച് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്നത് എന്താണ്? കൃത്യമായിട്ട് ഈ ഭക്തജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവിടെ ആ ഭരണാധികാരി അതിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ദൈവ സങ്കല്പം എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നം, ഒരുപാട് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്, അറിയപ്പെടുന്നില്ലെങ്കിലും. അങ്ങനെ പരസ്യമായ രംഗത്ത് വരുന്ന ആൾക്കാർക്ക് മടിയാണ്. കാരണം ഒന്ന്, ആളുകൾ എന്ത് വിചാരിക്കും, അതാണ് എല്ലാവർക്കും പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് പ്രശ്നം? ആളുകൾ എന്ത് വിചാരിക്കും. അങ്ങനെയാണ് പലരും. ഇപ്പോൾ അവന് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ജാതകം നോക്കും. അല്ലെങ്കിൽ വീട് എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറ്റിയടിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്, ഇവിടെ ഉണ്ടാവും. കുറ്റിയടിക്കുക. പിന്നെ 100 ചടങ്ങുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രാദേശിക ദൈവം മുത്തപ്പനാണ്. മുത്തപ്പന് വെക്കാത്ത ഒരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. കള്ള്, അവില്, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടാവും. അപ്പോൾ മുത്തപ്പൻ ജനകീയനായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുത്തപ്പനെ വെക്കുന്നിടത്തിൽ പോകുന്ന കള്ള് കിട്ടും. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ കൂടുതലാണ്. മുത്തപ്പനെക്കാട്ടും ഭക്തജനങ്ങൾ കള്ളിനായതുകൊണ്ട് പിന്നെ രണ്ടും കൂടിയപ്പോൾ നല്ല രീതിയിൽ വിറ്റു പോകുന്നുണ്ട് ആ മുത്തപ്പൻ എന്നുള്ള ദൈവസങ്കല്പം. അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കുക, കുറ്റിയടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം
നമ്മൾ ഈ അത്യാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ പോകുന്നതുകൊണ്ട് ആളുകൾക്ക് അറിയാം നമ്മളെ നിലപാടെന്താണെന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല നമ്മളെ നിലപാടെന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്, എൻ്റെ തറവാട് വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കും. കാരണം അത് അച്ഛനും അമ്മയാണ് അവിടെ താമസിക്കുന്നത്, പ്രധാനമായിട്ടും നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് നേടും. എൻ്റെ വീട് എടുക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം വേണ്ട, കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിന് അത് ഒത്തുപോകില്ല. അതുകൊണ്ട് അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതങ്ങനെയാണ്, പ്രായമുള്ള ആളുകളെ അവരെ നമ്മൾ എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ അച്ഛൻ കുറേ ആളുകളൊക്കെ ക്ഷണിക്കും, നമ്മൾ കുറേ ആളുകളെ ക്ഷണിക്കും ഈ കുറ്റിയടിക്ക്. അപ്പോൾ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ പൊല്ലൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ഈ പരിവാർ രാഷ്ട്രീയത്തിനൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് കുറ്റിക്കാരനല്ല, ഈ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരോട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എതിർപ്പുകളും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ വരും, ഒക്കെ ഒന്നും കേൾക്കണ്ട, ഇതിലോട്ട് കേട്ട് ഇപ്പുറത്തോട്ട് അങ്ങ് വിടുക, ആ രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരാൾ ചോദിച്ചു, എല്ലാ ദിനേശ നമുക്കൊരു വിളക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ നട്ടുച്ചക്കത്തിനാ ഒരു വിളക്ക്. അപ്പോൾ എല്ലാവരും ചിരിച്ച്, അവരും ചിരിച്ച്, ആ രീതിയിൽ അതങ്ങ് ഒഴിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ കട്ടിലെ വെപ്പ് വന്നപ്പോഴും ഇപ്പം നമ്മൾ ആളുകളെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള നിലവിലുള്ള യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പോലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്തരം കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു സാമൂഹ്യ മാറ്റം അവിടെ നടക്കുന്നില്ല എന്നതാണ്. അതേസമയത്ത് ആളുകൾ എന്താ വിചാരിച്ചോട്ടെ, അതല്ലല്ലോ, നമ്മളെ കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ടില വെപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് വന്നപ്പോൾ ചടങ്ങില്ല, ആ തറയൊക്കെ കെട്ടി പിന്നീട് ഇത് വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തെക്കിനിലേക്കുള്ള കട്ടിലാണ് ആദ്യം വെക്കുക. അതൊരു ചടങ്ങായിട്ട് ദൈവത്തിനൊക്കെ വെച്ച് വലിയ ആൾക്കൂട്ടങ്ങളായിട്ടാണ് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ആ പരിപാടിക്ക് ആൾക്കൂട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ ചായക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഒരു മൂലക്ക് കല്ല് വെച്ചിട്ട് നൂല് കിട്ടുമല്ലോ, ചായച്ച് വരിക, ഏത് കട്ടിൽ ആദ്യം വരുന്നോ അതങ്ങോട്ട് വെക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിക്കൊരെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കട്ടിൽ ആദ്യം വരിക, അതിനെന്താ കുഴപ്പം, അതിലൂടെ കയറി അല്ലാണ്ട് ഇപ്പുറത്തോട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുമോ, നമുക്ക് എല്ലാ കട്ടിലും ഒരുപോലെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് അങ്ങനെ വെച്ചപ്പോൾ നാട്ടിലത് വലിയ ചർച്ച. കാരണം നമ്മളില്ലെങ്കിലും ഈ വിഷയം ആൾക്കാർ ചർച്ച ചെയ്യാണ്. അപ്പോൾ എന്തോ മഹാപാതകം ചെയ്തതിലോട്ടാണ് എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കൊക്കെ എന്തോ ഇവിടെ ഒരു പ്രശ്നമുള്ളതില്ല, അഥവാ ബൈ ചാൻസിൽ എനിക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളുകൾ എന്ത് പറയും, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയും. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ അവിശ്വാസികളായ ആളുകൾ പോലും പതറിപ്പോകുന്നത്, ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എന്നോട് ആളുകൾ രാത്രി അവിടെ കല്യാണ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ തലേ ദിവസമാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എല്ലാത്തിൻ്റെ ശേഷം നിനക്ക് എന്തെങ്കിലും ചെലവുണ്ടായിരുന്നു, നീ ആ കട്ടിൽ അവിടെ വെക്കുന്നതിന് പകരം തെക്കിനീര് വെച്ചിരുന്നെങ്കിൽ അത് എത്ര നന്നാവുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ സുഹൃത്തുക്കളെ, ഞാൻ പോലും ഇല്ലാതെ എൻ്റെ ആശയം നിങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, എനിക്കിതല്ലേ ലാഭം. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു മാതൃക സമൂഹത്തിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്തും. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇപ്പോൾ എനിക്കതിന് ശേഷം കാര്യമായൊരു പ്രശ്നമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത തറവാട് വീട്ടിൽ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഒരു പ്രശ്നം വെപ്പ് കിടക്കാണ്. കാരണം കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, വേറെ ചില ആൾക്കാർക്ക് അസുഖം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇവരതിന് കാരണം തേടി പ്രശ്നമായിട്ട് പോയി ആ വീട്ടിൽ വെച്ച് പ്രശ്നം വെപ്പ് നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇഴകീറി പരിശോധിച്ചിട്ട് വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കാനും. അപ്പോൾ ഒരാൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഓരങ്ങനെ ചിന്തിക്കുകയാണ്. അവൻ ചോദിച്ച്, അല്ല നിങ്ങൾ ഇത് പറയുന്നത് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഇല്ല, അങ്ങനെ ദോഷം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊരാളുണ്ട്, അയാൾ ഇതൊന്നും ചെയ്തില്ല, എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇതൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ട് അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതെന്താ? അപ്പോൾ പെട്ടെന്ന് പ്രശ്നമായിട്ട് പറഞ്ഞത് അയാളുടെ ബെസ്റ്റ് ടൈമായിരിക്കും, അതുകൊണ്ടാണ് നിലവിൽ നല്ല ടൈമായിരിക്കും, അതുകൊണ്ടാണ് അയാൾക്ക് ഒന്നും പറ്റാത്തത് എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാതി വന്ന കുറേ ആൾക്കാരുണ്ട്. പാതി വന്ന ആൾക്കാർ വെച്ചാൽ ആ ദൈവമില്ല എന്നെല്ലാം പറയും ഭയങ്കര, എന്നാലോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ കൃത്യമായി നിലപാടെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആലക്ക് കുറ്റിയടിക്കാൻ കുറ്റിക്കാരെ കുട്ടിക്കുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്താ നീ ദൈവമില്ലാന്ന് പറഞ്ഞു, അല്ല അത് ഭാര്യ പറഞ്ഞില്ലപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് തലേദിവസം ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഒത്തുകൂടി രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ വാശിയോടെ ഇവർ രണ്ടാളുകൾ അങ്ങോട്ട് സംസാരിക്കും. ഒരാൾ ഇതെല്ലാം ഇല്ല, ദൈവം ഇല്ലാതില്ലാതെ പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്, മറ്റേ ആൾ അങ്ങനെയല്ല ഇങ്ങനെയുണ്ട്, എനിക്ക് അനുഭവം വരുമ്പോൾ അങ്ങനെ കാണിച്ചു തരാം, അങ്ങനെ ഇങ്ങനെ മറ്റ് ശക്തമായ വാദപ്രതിവാദം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസിയായിട്ടുള്ള ആൾ മറ്റേ ആളോട് ചോദിച്ചു, ഈ അവിശ്വാസം നിരീശ്വരവാദം പറയുന്ന ആളോട് ചോദിച്ചു, എന്നാൽ ഈ കൂടോത്രം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഗൂഢാത്രം. അതായത് കൂടോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ദുർമന്ത്രവാദത്തിൻ്റെ പേര് പറയുന്നതാണ് കൂടോത്രം ചെയ്ത് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിച്ചേട്ടെന്ന് വെച്ച്.
ഇപ്പോൾ പെട്ടെന്ന് ഇയാൾ സ്റ്റക്കായിപ്പോയി. ഇയാൾ പറയാം കണ്ണിന് വേണ്ട കാലിനായിക്കോന്ന്. കാരണം കണ്ണിനാകുമ്പോൾ ഇയാൾക്ക് ഒരു പ്രശ്നം, കണ്ണിന് വേണ്ട കാലിനായിക്കോന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള സ്വതന്ത്ര ഹിതറ് അതും നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്. അത് ഈ പാതി വന്നിട്ടുള്ള ആളുകൾ. അതേപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു യുക്തിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. യുക്തിക്കപ്പുറമുള്ള കാര്യങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. യുക്തിക്കപ്പുറം. അപ്പോൾ നമ്മളെ പിടിവിട്ട് നമുക്ക് ഇടം പറ്റിയേ പിടിയുള്ളൂ. യുക്തിക്ക് ഇപ്പുറമുള്ള കാര്യങ്ങളെ പറ്റിയേ നമുക്ക് പിടിയുള്ളൂ. അത് നമ്മൾ മനുഷ്യന്മാർക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ അല്ലേ, അപ്പോൾ ഇവരൊന്നും മനുഷ്യന്മാരല്ലേ? അപ്പോൾ അവരുടെ മനുഷ്യന്മാരാണ്. അപ്പോൾ എന്താണ് യുക്തിക്കപ്പുറം? ഇനിയിപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാം, സുഹൃത്തുക്കളെ യുക്തിക്കപ്പുറം എന്നുള്ള ഒരു തലം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുക. യുക്തിക്കപ്പുറം ഒരു തലം ഉണ്ടാവുകയും നമ്മുടെ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ എന്ന് പറയുന്ന ആൾക്കാർ, പ്രവാചകന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ യുക്തിക്കപ്പുറം സഞ്ചരിക്കുകയും അവിടെ ചെന്ന് മഹാസത്യങ്ങൾ കണ്ടെത്തിയിട്ട് മാനവരാശിയോട് വിളിച്ചു പറയുകയും ചെയ്തതാണ് നമ്മുടെ മതഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ യുക്തിക്കപ്പുറം ഒരു തലമുണ്ടാവുകയും ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കണ്ട കാഴ്ച ഒന്ന് തന്നെയാവണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ അതിനൊരു ഏകതയുള്ളൂ. അപ്പോൾ 1000 പ്രവാചകന്മാർ, യുക്തിക്കപ്പുറം പോയിട്ടുള്ള 1000 പ്രവാചകന്മാർ കണ്ടത് 1000 കാഴ്ചകളായിരുന്നു. എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഇവരൊക്കെ ഇവരുടെ അല്ലെ ഭാവനയിലൂടെ, കാൽപ്പനികതയിലൂടെ സഞ്ചരിച്ചവരായിരുന്നു. അവരുടെ ചിന്തകൾക്കും അവരുടെ ഭാവനകൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങളാണ് യുക്തിക്കപ്പുറം പോയിട്ട് കണ്ടത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തരം ഉണ്ടാവുകയും അങ്ങനെ ആരെങ്കിലും അവിടെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കാണേണ്ടത് സമാനമായ കാര്യങ്ങളായിരുന്നു, ഒരേ കാര്യങ്ങളായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് 1000 പ്രവാചകന്മാരാണ്, 1000 മതങ്ങളാണ്, അത് 1000 ദൈവങ്ങളാണ്. ഇതേപോലെ തന്നെ ഈ അടുത്ത കാലത്തായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു തമാശ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വാസ്തുവിൻ്റെ ആളുകൾ ഇടങ്ങാറ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. വാസ്തുക്കാർ വന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട് പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ട് പുതിയ വീട്ടിൽ താമസമായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിന് എന്തോ ദോഷമുണ്ട് എന്നുള്ള രീതി ചിന്തിക്കുകയും അപ്പോൾ പുതിയ പ്രശ്നകാരിയെ സമീപിക്കുകയും വാസ്തുക്കാരനെ കൂട്ടിക്കൊണ്ടുവരികയും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പുതിയ ഈ പ്ലാനൊക്കെ പരിശോധിച്ചിട്ട് അപ്പോൾ ഇവരെന്ത് പറയും, ഇതാരാണ് ഇങ്ങനെ പാട്ടുള്ളത്, ഇതിന് ദോഷമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പടിഞ്ഞിട്ട് എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടാച്ചി, അടുക്കളയെടുത്ത് ഇപ്പുറം കൊണ്ടാച്ചി, നേരത്തെ വീടെടുത്തപ്പോൾ തന്നെ കടമായിരിക്കും. അപ്പോൾ അങ്ങനെ കടത്തിലുള്ള ആളുകളെ വീണ്ടും വീണ്ടും സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടുവരുന്ന വാസ്തുവിൻ്റെ ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ആവശ്യമായി വരുന്നതിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടൊരു തമാശ ഞാൻ ഓർക്കുന്നു. ഒരാൾ ഗൾഫിലൊക്കെ പോയിട്ട് നല്ല പൈസയൊക്കെ ആക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഒരു വീടൊക്കെ വെച്ചു, അത്യാവശ്യം കൊള്ളാവുന്ന വീടൊക്കെ വെച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് ലീവ് കിട്ടുന്നത്. ലീവ് കിട്ടുമ്പോൾ ഇയാൾ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഏതാണ്ട് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വീടാണ്. നാട്ടിലെത്തിയപ്പോൾ ഈ ഭാര്യയുടെ കാരണവർ, മാമൻ എന്ന് പറയുന്ന ആൾ, അമ്മയുടെ ആങ്ങള, അവരും കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ മൊയിലാറെ കൂട്ടിക്കൂട്ടുകയാണ്. എന്തിനാണ്? ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊയിലാർ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പ്ലാനൊക്കെ വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇത് പറ്റൂല, ഇത് ദോഷമുണ്ട്. എന്താ ദോഷം? അത് ഈ തറയുടെ അടിയിൽ നേരത്തെ ശവം വെച്ചിട്ടുണ്ട്. ആരോ ഏതോ കാലത്ത് ശവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത് ഗൾഫിൽ കടന്നിട്ട് വർഷങ്ങളോളം അധ്വാനിച്ച പൈസ, അതേപോലെ തന്നെ ലോണൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും നാട്ടുകാരെ കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിക്കൊണ്ടും സ്വർണം പണയം വെച്ചിട്ടും ഒക്കെ തന്നെ ഒരു വീട് പണി പൂർത്തിയാക്കിയിട്ട് ഏതാണ്ട് പൂർത്തിയാകാത്ത വീട് ഇതിവിടെ പറ്റില്ല എന്ന് പറയണ്ടെങ്കിൽ ഇയാൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു മനുഷ്യത്വമില്ലായ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാരണവർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ ഇവൻ്റെ വീട്ടുകാരൻ്റെ ഭാര്യയുടെ മാമൻ കാരണവർ, ഇയാൾ ലേശം ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കുറച്ച് അല്പസ്വല്പം സ്വാതന്ത്ര്യതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു വരട്ടെ, ഒരു കാര്യമുണ്ട്, ഇയാൾക്കറിയാം ഇതിപ്പോൾ ആകെ പ്രശ്നമാവുന്നുണ്ട്. ഇയാൾ പറഞ്ഞ് ഈ മരുവളോട് ചോദിച്ചു, അതായത് വീട്ടുകാരത്തിനോട് ചോദിച്ചു, ഭക്ഷണമില്ല? ആ ഭക്ഷണമുണ്ട്. എന്താ കറിയില്ല? കോഴിക്കറിയുണ്ട്. കോഴിക്കറി ചോറുണ്ട്. ആ ഓക്കെ, എടുത്തോ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്താ പറയുക, ചോറ് ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞു, ഇയാൾ അകത്ത് പോയിട്ട് പ്ലേറ്റിൽ അടിയിൽ കുറേ വലിയ പ്ലേറ്റിൽ കോഴി കഷ്ണങ്ങളും പീസുകളും ചാറൊക്കെ ഇട്ട് അതിൻ്റെ മേലെ ചോറ് നല്ലോണം ഇട്ട് മൂടി ഒരു ഗ്ലാസ് വെള്ളവും ഈ ചോറും അവിടെ കൊണ്ടായി വെച്ച് കൊടുത്തു. അപ്പോൾ ഈ മൊയിലാറെടുത്ത് കൊണ്ടാക്കി കൊടുത്തു. മൊയിലാർ കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി, കറി വീഴുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞിട്ട്, അപ്പോൾ ഇതെന്താ കറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നമ്മളെ സ്വതന്ത്ര ഇന്ത്യനായിട്ടുള്ള ഈ കാരണവർ പറഞ്ഞു,
ഈ ചോറിൻ്റെ അടിയിലുള്ള ഇറച്ചിക്കറി കാണാൻ പറ്റാതെ നിങ്ങളാണ് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തറയുടെ അടിയിൽ വെച്ച് ഈ ശവം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ചിന്തിക്കാനും കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. ചോറ് മുന്നിൽ വെച്ച ചോറിൻ്റെ അടിയിലുള്ള കറി, ഇറച്ചിയും കറിയും കാണാൻ പറ്റാത്ത വിദ്വാനാണ് പറയേണ്ട അടിയിൽ ഏതോ കാലത്ത് വെച്ച ശവം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പിനകത്ത് ഇവർക്ക് താൽക്കാലികമായിട്ടുള്ള ലാഭത്തിനെക്കാട്ടും അപ്പുറത്ത് ക്രൂരത. കാരണം എന്താ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സമാധാനം അതോടുകൂടി കെടും. എൻ്റെ നാട്ടിൽ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരാൾ വീട്ടു കൂടുതൽ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോയതാണ് ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ നമ്മൾ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചു പോയപ്പോൾ വളരെ നല്ല ദാമ്പത്യ ജീവിതം, ചെറിയ 2 കുട്ടികൾ, നല്ല രീതിയിലുള്ള സൗഹൃദമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ കൂടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ബന്ധുവായിട്ടുള്ള സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു അറിയാൻ പോകുന്നു, ഞാനിടത്തെ പോകുന്നുണ്ട്, ഇനി പോയിരുന്നോ. അപ്പോൾ അറിയാൻ പോകുന്നിടത്തിലേക്ക് ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് പോയി. വീട്ടിൽ കൂടിയ ആ സ്ത്രീയെയും കൂട്ടിപ്പോയി. അപ്പോൾ അവിടെ എത്തി ഇതൊക്കെ നോക്കി പറഞ്ഞതിന് ശേഷം പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി പറഞ്ഞ് ഇതിന് ദോഷമുണ്ടല്ലോ. ഒറ്റ വാക്കില കുടുംബത്തിന്റെ സമാധാനം പോയി. ഇതിന് ദോഷമുണ്ടല്ലോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവളത് വ്യാഖ്യാനിച്ചിട്ട് ഭർത്താവിന് എന്തോ പറ്റും, ഇതിന് ദോഷമുണ്ട്, എൻ്റെ ഭർത്താവിന് എന്തോ പറ്റും. പിന്നെ ഇവൻ ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൾ ഫോൺ എടുക്കൂല. അപ്പോൾ ആകെയിൽ എന്താ പറയേണ്ടത്, എന്താ കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല, മൗനിയായിട്ട് വരെ ഇരുത്തം, കുളിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഇവളാകെ ഡിപ്രഷൻ്റെ മൂഡിലേക്ക് പോയി. ആകപ്പാടെ കാരണം നല്ല സുഖ സന്തോഷത്തിൽ പോകുന്ന ഒരു കുടുംബം ഒറ്റൊരു വാക്ക്, ഈ വാക്കിൻ്റെ പിന്നിൽ ഇവൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവൻ വീണ്ടും വീണ്ടും വരുത്തിക്കണം, ഓരോ വരുത്തിനും കിട്ടുന്ന പൈസ വാങ്ങിക്കണം, ഈ ഒറ്റ ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ തിരിച്ചുപോയ ഭർത്താവ് ലീവൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇല്ലാത്ത പൈസയൊക്കെ കടം വാങ്ങി. കാരണം നേരത്തെ തന്നെ നല്ല ബാധ്യതയല്ല, കടം വാങ്ങി നാട്ടിലേക്ക് വരിക. കാരണം പ്രിയപ്പെട്ട തൻ്റെ പ്രിയതമ ഫോൺ എടുക്കുന്നില്ല. എന്താ പ്രശ്നം എന്ന് ഇവന് മനസ്സിലാവുന്നില്ല. എന്താണ് പ്രശ്നം, എന്തോ അസുഖം പറ്റിയോ, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവളെ പ്രശ്നം എന്താണ്, എൻ്റെ ഭർത്താവിന് എന്തോ പറ്റും. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കരുത്, ഇവൻ ഡ്രൈവറാണ് അവിടെ, അതാണ് മെയിൻ പ്രശ്നം. ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് സ്ഥിരം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്തും എൻ്റെ ഭർത്താവിന് എന്തോ പറ്റുമെന്ന് ഈ സ്ത്രീ ഉറച്ചങ്ങ് വിശ്വസിച്ചു പോയി. കാരണം ദോഷം വരുമല്ലോ എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ വന്നു. പിന്നെ കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് ഇരുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് സാവധാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഇങ്ങനെ ഒരു ബന്ധുവായ സ്ത്രീ ഇവളെയും കൂട്ടിയിട്ട് ഇന്നയാളെടുക്ക പോയിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ പ്ലാനെല്ലാം എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദോഷമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഈ ഭർത്താവ് നമ്മളെപ്പോലെ യുക്തിവാദിയൊന്നുമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു സാധാരണ ഒരു വിശ്വാസി എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ആളാണ്. ഇവൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇതേ പ്രസാദിൻ്റെ അടുത്ത് പോയി. ഈ പ്രസാദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് എന്താണ് വന്നത്, ഇങ്ങനെ ഗൾഫിൽ വന്നതാണ്, വീട് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, പ്ലാനൊക്കെ നോക്കി, ഓക്കെ, ഇത് നല്ല ഉത്തമമായിട്ടുണ്ടല്ലോ, നല്ല വീടാണല്ലോ. അത് പറയലും അടി വീണ്ട് 2 അടി കിട്ടുമ്പോഴേക്ക് അവൻ എണീറ്റ് ഓടിക്കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാ അടി കിട്ടിയെന്നുള്ള മൂപ്പർക്ക് മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞത് ഇയാളുടെ ഭാര്യയോടാണെന്നുള്ള ഇയാൾക്ക് ഓർമ്മയില്ല. ഒരേ പ്ലെയർ നോക്കിയിട്ടാണ് കുറേ 1-2 മാസം മുമ്പിൽ ദോഷമുണ്ടല്ലോ, വലിയ ദോഷം വരുമല്ലോ എന്ന് പറഞ്ഞ് അതേ വിദ്വാൻ ഇതേ പ്ലെയർ നോക്കിയിട്ട് ഭർത്താവ് ചെന്നപ്പോൾ, ഭർത്താവ് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭർത്താവിനോട് കൂട്ടുകാരോട് പറഞ്ഞത് ഉത്തമമായ പ്ലെയറാണല്ലോ, നല്ല വീടാണ്. അത് പിന്നെ അയാൾക്ക് അടി കിട്ടി, അത് കേസായിട്ടുണ്ടായിരുന്നു. പിന്നെ കേസ് നിന്നില്ല, കാരണം മറ്റേ പരാതിയിൽ ഉറച്ചു നിന്നില്ല. അപ്പോൾ അത് ഇത്തരത്തിൽ വരുമ്പോൾ പ്രശ്നം നിസാറാണ്. സംഭവം തന്നെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു പ്രശ്നക്കാരനും പറയൂല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീകളാണ് ഇവരുടെ ഇരകൾ. ഒരു വിശ്വാസമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു മുഴുക്കുടിയൻ വീട്ടിലുള്ളതിനെക്കാട്ടും ദുരന്തമായിരിക്കും ആ വീട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥനെ ചൂഷണം ചെയ്തുകൊണ്ട് അധ്വാനിക്കാണ്ട് ജീവിക്കുക. കാരണം ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെയല്ല ഇവർ ജീവിക്കുക. നമ്മൾ 50 രൂപയുടെ മീൻ വാങ്ങുന്നു, അല്ലെ മത്സ്യം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവർ 200 രൂപയുടെ വാങ്ങും. കാരണം ഈ പൈസക്ക് യാതൊരു മൂല്യമൊന്നുമില്ല. നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ കുടുംബം കൊണ്ടുപോകുമ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലും വായി തോന്നിയ വിളിച്ചു പറഞ്ഞിട്ട് കിട്ടിയ പൈസ വാങ്ങിയിട്ട് വെക്കും. അങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കയ്യിൽ വരുന്ന പൈസക്ക് യാതൊരു തരത്തിലുള്ള അധ്വാനത്തിൻ്റെ മൂല്യമില്ല. വായി തോന്നിയ വിളിച്ചു പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് സാധാരണ ആൾക്ക് ഇവർ അങ്ങനെ പറയൂല, പ്രത്യേകിച്ച്
സ്ത്രീകളോട് എന്ന് വെച്ചാൽ അവരെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ അറിയാനും പ്രശ്ന പരിഹാരങ്ങളിലേക്ക് നീങ്ങാനും ഇയാളുടെ സഹായം എനിക്ക് കൂടിയേ തരും. കാരണം എൻ്റെ കുടുംബം കൊണ്ടുപോകണമെങ്കിൽ ഇയാളാണ് രക്ഷകൻ എന്നുള്ളൊരു തോന്നൽ ഈ സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാര്യത്തിൽ ഇവർ വലിയ രീതിയിലുള്ള പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുള്ള തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായാലും ഞാൻ പറയാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇദ്ദേഹം ഇതേപോലെ തന്നെ വീട് വെക്കാൻ നോക്കും. പഴയ വീട് പൊളിച്ചിട്ട് വീട് വെക്കുമ്പോൾ പടിഞ്ഞാറ് മുഖമാക്കിയിട്ട് വീട് വെക്കണമെന്ന് ഇവന് വലിയ ആഗ്രഹം. കാരണം അങ്ങനെയാണ് ആ സൈറ്റ്, അത് അപ്പുറത്ത് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ റോഡ് പോകുന്നതുകൊണ്ട് നല്ല കാഴ്ച കിട്ടും. അപ്പോൾ ഇവൻ അനുസരിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കി. അപ്പോഴാണ് ഇവൻ്റെ ഭാര്യയും അമ്മയും കൂടി അടുത്ത വീട്ടിൽ എവിടെയോ വന്ന ഒരു വാസ്തുക്കാരനെ കൊണ്ടുവന്നിട്ട് ഈ പ്ലാന് കാണിച്ചിട്ട്, അപ്പോൾ അവൻ പറഞ്ഞു ഇത് പറ്റില്ല, ഇങ്ങോട്ട് മുഖം പറ്റൂല. അതെന്താ എല്ലാം അത് ദോഷം വരും. അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതിൽ വലിയ പ്രശ്നമുണ്ട്. കന്നിമൂല അത് മറ്റേ അഗ്നികോട് വായുകോട് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കൊള്ളാതെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാളങ്ങ് പോയി, എന്തോ പൈസയും വാങ്ങിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ ഈ പ്ലാൻ പ്രകാരം വീടെടുക്കാൻ കഴിയില്ല എന്നുള്ള ഇവൻ പ്രശ്നക്കാരല്ല വാസ്തുക്കാരൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ സകല സ്വപ്നങ്ങളും അവിടെ തകർന്നടിയാണ്. കാരണം ഇവൻ കാലങ്ങളായിട്ട് ഇവൻ്റെ സ്വപ്നമാണ് ആ ഒരു വീട്. ആ വീടിൻ്റെ എങ്ങനെയായിരിക്കണം, ആ വീടിൻ്റെ മുഖം എങ്ങോട്ടായിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഇവൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. ഇവൻ തന്നെ സങ്കല്പിച്ചൊരു പ്ലാൻ ഉണ്ട്. അത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു അത് പറ്റില്ല. പക്ഷേ ഈ ഭാര്യയും അമ്മയും വാശി പിടിച്ചു, ഞങ്ങളത് ആ വീട്ടിൽ താമസിക്കൂല എന്ന് പറഞ്ഞു. നീ അങ്ങനെ ഒരു വീടെടുത്താൽ ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കൂല. പിന്നെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഇവനും ഒരു ആവറേജ് വിശ്വാസിയാണ്. ഇവൻ അതിൻ്റെ ദിശ മാറ്റിയിട്ട് പടിഞ്ഞാറോട്ടിൽ മാറ്റിയിട്ട് ഈ വടക്കോട്ടാക്കിയിട്ട് വീടെടുത്തു. വർഷങ്ങൾ പോയി, വർഷങ്ങൾ കഴിഞ്ഞു. ഇവന് ചില ലിവറുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖങ്ങളൊക്കെ വന്നു. ഈ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ എന്തോ ദോഷമുണ്ടോ എന്നുള്ളത് അതാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളിലേക്കല്ല പോകുന്നത്, അതിൻ്റെ എളുപ്പത്തിൽ കാരണം കണ്ടുപിടിക്കും എന്തോ ദോഷം. അപ്പോൾ ഇതേ വാസ്തുക്കാരനെ ഇവർ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. ഈ പണ്ട് വന്നൊന്നും ഇവൻ ഓർമ്മയില്ല, പണ്ട് വന്നൊന്നും പറഞ്ഞത് ഇവൻ ഓർമ്മയില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇവനും ഉണ്ട് സ്ഥലത്ത്. ഈ അസുഖമുള്ള കക്ഷി അവിടെ കിടക്കുന്നുണ്ട്, അവർ ജോലിക്കൊന്നും പറ്റാതെ അതുകൊണ്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ വാസ്തുക്കാരെ കൂട്ടിയത്. അപ്പോൾ ഇവൻ പ്ലാനൊക്കെ നോക്കി, മൂല നോക്കി. അപ്പോൾ ഇവൻ പറയാ, ഇതാരാണ് നിങ്ങളോട് ഇങ്ങനെ വീട് വെക്കാൻ പറഞ്ഞത്? ഇതിൻ്റെ മുഖം പടിഞ്ഞാറോട്ടല്ലേ ഉത്തമം? ഏത് പടിഞ്ഞാറോട്ട് വീട് വെച്ച പ്ലാന് ഇവ ഒറ്റയൊരുത്തനാണ് വടക്കോട്ടാക്കി മാറ്റിയത്. എന്നിട്ട് ഇപ്പോൾ പറയാ ഉത്തമ. ഇത് കേട്ട എണീക്കാൻ പറ്റാതെ ഇവ കൊടുവാളെടുത്ത് തുള്ളി, കൊടുവാൾ കൊക്ക് വളഞ്ഞൊരു കത്തിയാണ് നമ്മുടെ നാട്ടിൽ കൊടുവാൾ തരുന്നത്. കൊടുവാളെടുത്ത് ഇവനെ കൊള്ള തുള്ളി. ഇവൻ ഓടി. എന്തിനാണ് ഇവൻ വാക്കത്തി എടുത്തതെന്നുള്ളത് ഈ വാസ്തുക്കാരൻ അറിയില്ല. കാരണം ഇവന് കൃത്യമായിട്ട് അറിയാലോ. കാരണം എൻ്റെ ജീവൻ്റെ സ്വപ്നം തകർത്ത വിദ്വാനാണ്. അന്ന് അവൻ്റെ വാക്ക് കേട്ടിട്ട് ഭാര്യയും ഈ അമ്മയും കൂടി പറഞ്ഞിട്ട് മുഖം മാറ്റി. ഇന്ന് അതേ വിദ്വാൻ വന്നിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ കക്ഷിക്ക് ഓർമ്മയില്ല. കാരണം ഇത് ഉള്ളതെന്നല്ലല്ലോ പറയുന്നത്. നമ്മളിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരേ റിസൾട്ട് വരും. കാരണം അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണ് നെഗറ്റീവ്. അതിനകത്ത് കൃത്യതയുണ്ട്. ഇത് വാസ്തു, ഇതിൽ വായി തോന്നുന്നത് ഇവർക്ക് അപ്പം തോന്നുന്ന പറയാണ്. ഇതിൽ യാതൊരു കൃത്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാവട്ടേക്കാർ ഇത് തുറന്ന് കാണിക്കപ്പെടണം എന്നുള്ളതാണ്. ഇത് ആളുകൾ ഭയന്നിട്ട് എനിക്കെന്തോ പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ. എന്നെ കുഞ്ഞുനാളിൽ ഏറെ സ്വാധീനിച്ച മറ്റൊരു കാര്യമുണ്ട്. ഞാനൊരു വിശ്വാസി ആണ്, എന്നാൽ പൂർണ്ണമായിട്ട് വിശ്വാസി അല്ലാത്ത തരത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മൾ ചില ആശങ്കകളൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ നമ്മളെ ഒരു തറവാട് കൊണ്ടെടുത്ത ഒരു കാവുണ്ട്. അപ്പോൾ അവിടെ കലശവളം നടന്ന ഒരു പരിപാടിയാണ്. കലശവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റുന്ന വെള്ളം വലിച്ചിട്ട് എന്തൊക്കെ കർമ്മങ്ങളും കഴിച്ചിട്ട് 2 ചെക്കിപ്പൂവ് തുളസി ചപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങ് തരും കുപ്പിയിലാക്കിയിട്ട്. ഇതാണ് കലശവളം. ഇത് കൊണ്ടുപോയിട്ട് ഇവരെന്ത് ചെയ്യുന്ന കണട്ടിലൊഴിക്കും, ആലയിലൊഴിക്കും, വീട്ടിന് ചുറ്റും ഒഴിക്കും, വീട്ടിനകത്തൊഴിക്കും, കുട്ടിയൊക്കെ എല്ലാം കുടിക്കാൻ കൊടുക്കും. അപ്പോൾ അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ അവർ ഈ ഏതെങ്കിലും സമയത്തായി നമ്പൂരി വരിക. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാത്തുനിൽക്കുക ഇവർക്ക് സമയമുണ്ട്. ഇവർ 3-4 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ എന്നെ ഏൽപ്പിച്ചു. ഞാനന്ന് അതുവരെ ഞാനൊരു നല്ല ഭക്തനായതുകൊണ്ട് ഞാൻ തന്നെയാണ് നിരന്തരം ഈ കാവിൽ വിളക്കൊക്കെ കത്തിക്കുക. മറ്റുള്ള ആൾക്കാർ വെളിച്ചെണ്ണ വാങ്ങി എന്നെ ഏൽപ്പിക്കും, ഞാൻ കൊണ്ട് ഉത്തരവാദിത്തോടെ കത്തിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്താണ് ഇങ്ങനെ എന്നെ ഏൽപ്പിച്ച് കലശവെള്ളത്തിന് വേണ്ടി ഏൽപ്പിച്ച്. അപ്പം ഞാനിത് 2 ദിവസം നോക്കി. ഇയാളെ കണ്ടെടുത്ത് എനിക്കാണെങ്കിൽ കളിക്കാൻ പോകണം, കുട്ടികളൊപ്പം കളിക്കാൻ പോകണം. ഇയാളെ വരുന്നത് നോക്കിയിരുന്ന എനിക്ക് 3ാമത്തെ ദിവസം ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇത് ശരിയാണ്. ഞാൻ അടുത്തുള്ള വാഴക്കള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളം ബോട്ടിൽ മുക്കി 2 ചപ്പും അവിടെ തന്നെ പറിച്ച് ഇതിലിട്ട് ഇതങ്ങനെ തന്നെ കൊണ്ടുകൊടുത്തിട്ട് ഇവർ കൊടുത്ത്. ഉള്ളിലൊരു പേടിയുണ്ട്, ഞാൻ ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അത് പേടിയുണ്ട്. പക്ഷേ അത്ഭുതകരമായിട്ട് റിസൾട്ടാണ് പിന്നെ അടുത്ത ആഴ്ച ഇവർ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് പിന്നെ നടുവേദന സുഖമായിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ പശുവിൻ്റെ പ്രശ്നം തീരെ സുഖമായിട്ടുണ്ട്. ആ വീട്ടിലുള്ള കുറേ പ്രശ്നങ്ങൾ
ഈ വെള്ളം കൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രശ്നം പരിഹരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വെള്ളമല്ല, ഇവരുടെ മനോഭാവമാണ്. കാരണം ഞാൻ എന്താണ് കൊടുത്തത്, അടുത്തുള്ള വാഴക്കളി കുളത്തുനിന്ന് വെള്ളം നോക്കിയിട്ട് അതിൽ ഇതിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മിന്നൽ, എവിടെയൊക്കെ ഒരു തെളിച്ചം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൊന്നും എല്ലാ കാര്യം നമ്മുടെ മനോഭാവത്തിലും ചിന്താഗതിയിലാണ്. ദൈവം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, വിശ്വാസത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ഈ വിശ്വാസം സ്വതന്ത്രേന്ത്യ, വിശ്വാസത്തിൽ നിന്നുള്ള സ്വതന്ത്രേന്ത്യയിലേക്കുള്ള നാൾ വഴികൾ. വിശ്വാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികളിൽ അധിഷ്ഠിതമായിരിക്കും. എല്ലാ വിശ്വാസങ്ങളും മുൻവിധിയിൽ അധിഷ്ഠിതമായിരിക്കും. ഈ മുൻവിധികൾ ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഈ നമ്മുടെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മതപരം തന്നെ ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളാവാം. നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ചാടിപ്പിടിക്കും. അതേസമയത്ത് നമുക്ക് എതിരായി, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, വസ്തുതകളാണെങ്കിൽ പോലും നമ്മുടെ അരിപ്പ, ഈ മുൻവിധിയുടെ അരിപ്പ അതിനെ പ്രതിരോധിക്കുകയും ഇങ്ങോട്ട് കടത്തിവിടില്ല, അതിനെ അരിച്ചു മാറ്റും. ഇങ്ങനെയാണ് വിശ്വാസികളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ അക്കരെ വിശ്വാസത്തിനെ ഗണ്ണിക്കുന്ന രീതിയിലുള്ള വസ്തുതകൾ നിരത്തിയാലും അവർ നമ്മളെ വിളിക്കുക എന്താണ്? നിഷേധി, അല്ലെങ്കിൽ രാജ്യദ്രോഹി, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വിറക്. ഇങ്ങനെ കുറെ മുൻവിധികൾ കൊണ്ട് പാരമ്പര്യ നിഷേധി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവർ അഭിസംബോധന ചെയ്യുക. ഇത്തരത്തിലൊക്കെ ഇവർ മുൻവിധികൾ കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നൊരു മുൻവിധിയാണ്. ഈ മുൻവിധി അരിപ്പ പോലെ പ്രവർത്തിക്കുന്നു. അവർക്കെതിരായിട്ടുള്ളതൊന്നും തന്നെ അവർ ഉള്ളോട്ട് കടത്തിവിടില്ല. അനുകൂലമായിട്ടുള്ള ചെറിയ പോയിന്റിനെ പോലും ചാടിപ്പിടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഒരു രീതി നിലനിൽക്കുന്നത്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. 100% 916 സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത്ര സാധ്യമല്ലാത്തതാണ്. കാരണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സഹജാബോധങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ പറയുമ്പോൾ എൻ്റെ ബോധം എന്ന് പറയുന്നത് അത് എൻ്റെ സ്വന്തം മാത്രമല്ലല്ലോ, അത് മാതൃപിതൃ കൈവഴികളിലൂടെ ഒഴുകിയെത്തിയ ജനിതക പദാർത്ഥങ്ങൾ നമ്മുടെ അർമ്മമാരുടെ ഗർഭപാത്രങ്ങൾ ഒന്നു ചേർന്നിട്ടാണ് ഞാനും നിങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പരിണാമപരമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ജൈവ പരിണാമത്തിൻ്റെ അനുകൂലനങ്ങളെയും പേറിയിട്ടാണ് ഈ പറയുന്ന ജനിതക പദാർത്ഥങ്ങളൊക്കെ ഒഴുകിയെത്തിയിട്ടുള്ളത്. അതിനെത്ര കാലത്തെ പഴക്കമുണ്ട്, എന്തെല്ലാം ജനിതക സവിശേഷതകൾ അതിനകത്തുണ്ടാവും, ഗോത്രീയപരമായിട്ടുള്ള യുദ്ധത്തരകൾ ഉണ്ടാവും. എൻ്റെ ആൾക്കാർ, ഞാൻ, എൻ്റെ രാജ്യം, എൻ്റെ മതം, എൻ്റെ ജാതി എന്നൊക്കെ പറയുമ്പോൾ പക്ഷപാതം, അതൊക്കെ നമ്മുടെ ആളുകളോടുള്ള ഒരു വൈകാരികമായിട്ട് അടുപ്പം, ഇതൊക്കെ ഞാൻ, അവർ എന്നുള്ള തോന്നൽ, ഇതൊക്കെ വരുന്നത് നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, മറ്റുള്ളവരെ കാണുമ്പോൾ കാണുന്ന ഒരുതരം ഭയം, ഇതൊക്കെ വരുന്നത് നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ സഹജാബോധത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഗോത്രീയതയുടെ ഭാഗമാണ്. ലക്ഷണമൊത്തൊരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേതാവിന് ചുറ്റും കൂടാനും ആ നേതാവിൻ്റെ ആജ്ഞകളെ ശിരസാവഹിക്കാനും അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാനും ഒരുപക്ഷെ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ടുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ ആളുകളുടെ ഉള്ളിൽ സഹജമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആരെങ്കിലും ഒരു വൈകാരികമായിട്ടൊരു ആൾക്കൂട്ടം രൂപപ്പെടുമ്പോൾ നമ്മൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു സ്വതന്ത്ര ചിന്തകനല്ല. അവിടെ നമ്മൾ സഹജാബോധത്തിന്റെ വൈകാരികമായിട്ടുള്ള നമ്മുടെ സഹജാബോധത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അത്ര ആൾക്കൂട്ടങ്ങളുടെ ഭാഗമായിരുന്നത്. സ്വന്തമായി ചിന്തിക്കുന്ന ആളുകൾ അത്തരം ആൾക്കൂട്ടങ്ങളുടെ ഭാഗമാവാറില്ല. അപ്പോൾ എന്താണ് സ്വതന്ത്ര ചിന്ത? സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ സഹജാബോധങ്ങൾ എനിക്കുണ്ട്, എൻ്റെ ഞാൻ ജനിച്ച ഒരു നാട്, ഭാഷ, ഇത്തരം വൈകാരിക നിലപാടുകളോട് ഒരടുപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എൻ്റെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ രാജ്യം എന്നുള്ള ചിന്തിക്കും, അവർ ഞങ്ങൾ, ഇത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഈ സഹജാബോധങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ഈ സഹജാബോധങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മെരുക്കിയെടുത്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുണ്ട്. ഒരു വിഷയം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു വിഷയത്തിലൊരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ ആ നിലപാടിലേക്ക് എത്താൻ മൗലികമായി നമ്മളെ സ്വാധീനിക്കുന്ന ഘടകം അത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിലൊരു നിലപാട് എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ജനിച്ച പശ്ചാത്തലങ്ങൾ, ഞാൻ വളർന്നു വന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, എൻ്റെതായിട്ടുള്ള സ്വത്വബോധങ്ങൾ, ഇതൊക്കെ തന്നെ അതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വതന്ത്ര ചിന്ത വർക്ക് ചെയ്യുന്നില്ല. സ്വതന്ത്ര ചിന്ത എങ്ങനെയാണ്? ഇത്തരം സഹജാബോധങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരും, അത് സഹജമാണ്. അപ്പോൾ ഇതിനെ ഉപരിയായിട്ട് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സഹജാബോധങ്ങളെ മെരുക്കിയെടുത്ത് അതിനുപരിയായിട്ട് മാനവികതയുടെ, സ്വതന്ത്ര ചിന്തയുടെ, അല്ലെങ്കിൽ തുല്യതയുടെ ഒക്കെ ആയിട്ടുള്ള, നീതിബോധത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ലോകബോധത്തെ നമ്മൾ ഈ സഹജാബോധത്തിൻ്റെ മേലെ പ്രതിഷ്ഠിക്കുകയും നമ്മുടെ വൈകാരിക നിലപാടുകളെ കൃത്യമായി കടിഞ്ഞാണിട്ടുകൊണ്ട് അതിനെ മേലെ നമ്മളെ നിയന്ത്രണാധികാരം നമ്മളിൽ തന്നെയാണെങ്കിൽ, നമ്മുടെ യജമാനൻ നമ്മൾ തന്നെയാണെങ്കിൽ അയാളാണ് സ്വതന്ത്ര ചിന്തകനാകുന്നത്. ഏത് വിഷയത്തിലാണെങ്കിലും എവിടെയാണോ നമ്മുടെ ചിന്തകൾ
അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നത്, അവിടെ നമ്മുടെ സ്വതന്ത്ര ചിന്ത മരിക്കുന്നു. അവിടെയാണ് നമ്മുടെ നാട്ടിൽ ആളുകളെ കൂട്ടമായിട്ട് ആട്ടും പറ്റങ്ങളെ പോലെ പോളിംഗ് ബൂത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ വൈകാരിക നിലപാടുകളെ അദൃശ്യമായ ചരടുകൾ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട്, അവരുടെ വൈകാരിക നിലപാടുകളെ നിരന്തരമായി ഉത്തേജിപ്പിച്ചു നിർത്തുകൊണ്ട്, സ്വന്തമായി ചിന്തിക്കാനുള്ള എല്ലാ സാധ്യതകളെയും അവസാനിപ്പിച്ചുകൊണ്ട് അവർ നമ്മുടെ ആള്, എൻ്റെ ആള് ആ രീതിയിൽ ചിന്തിക്കുകയും അവരുടെ സമ്മതിദാന അവകാശം പോലും അവർ വിനിയോഗിക്കുമ്പോൾ സ്വതന്ത്രമായി വിനിയോഗിക്കാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് അവരുടെ കുഞ്ഞുനാളിലെ അവരുടെ മസ്തിഷ്കത്തിൽ കീഴടക്കിയ വിശ്വാസ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള പാരമ്പര്യ വിധേയത്വവും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയാണ് മനസ്സിലാക്കുന്നത്, നമ്മുടെ തന്നെ ഉള്ളിലുള്ള നമ്മുടെ സഹജാബോധങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും അവയെ മെരുക്കി നിയന്ത്രണത്തിലാക്കി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് സ്വതന്ത്രമായിരിക്കണം, പരമാവധി സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ ഏറ്റവും പരമാവധി സ്വതന്ത്രമാവാനേ കഴിയൂ. 100% സ്വതന്ത്രമാവാൻ പ്രയാസമാണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര വിഷയങ്ങളിൽ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാവില്ല. കാരണം എവിഡൻസ് ബേസ്ഡ് ആണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒറ്റക്കെട്ടാണ്. അതേ സമയത്ത് മറ്റ് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് ഇത്ര നേരത്തെയുള്ള തെളിവുകൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. നമ്മൾ ഇത്രയും ആൾക്കാരല്ലേ, നമുക്ക് കൃത്യമായിട്ട് വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ജനാധിപത്യപരമായ കൂടുതൽ മെച്ചപ്പെട്ട ശരികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് കഴിയുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ സമൂഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന ആളുകളുടെ സഹജാബോധത്തെ ഉണർത്തിയെടുക്കാൻ വേണ്ടി ആളുകളെ എങ്ങനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, നമ്മുടെ ജനാധിപത്യ സമൂഹമല്ല. അപ്പോൾ നമുക്ക് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവമില്ല, മതമില്ല, അതില്ല എന്നുള്ള പറയുന്നതിനെക്കാട്ടും അപ്പുറത്ത് അവനവനെ സ്വന്തം നിലയ്ക്ക് ചിന്തിക്കാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നങ്ങൾ. മതങ്ങൾ എവിടെയാണ് കയറി ഭരിക്കുന്നത്? സ്വന്തമായി ചിന്തിക്കാനുള്ള അവൻ്റെ ശേഷിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കൃത്യമായിട്ട് മതങ്ങൾ അവനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ വോട്ട് ചെയ്യുകയും അവൻ്റെ മുന്നിലെ ഉത്തരവാദിത്തങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് വേണ്ട സാമൂഹ്യ വിദ്യാഭ്യാസമാണ്, നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണമാണ്, നിരന്തരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. അത്തരത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ അവരുടെ പൗരബോധത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പഴയ പ്രജാബോധത്തിൽ ജീവിക്കേണ്ടവരല്ല എന്നും, മറിച്ച് അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ സ്വന്തം നിലക്ക് തീരുമാനമെടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന സഹജാബോധങ്ങൾക്കുപരിയായിട്ട് നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർ ഒരു കുലമാണ്. നമുക്ക് നമ്മുടെ ഇടയിൽ 100 ജാതികളും 100 മതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു 40,000 വർഷം മുമ്പേ ഒരു അസ്ഥികൂടം കിട്ടിക്കഴിഞ്ഞാൽ അത് അയാൾ എത്ര ആണായിരുന്നോ പെണ്ണായിരുന്നോ, എത്ര വർഷം ജീവിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അയാൾ ഏതാ ജാതിയോ മതം എന്ന് തിരിച്ചറിയാൻ യാതൊരു മതമില്ല, മാർഗവുമില്ല. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ രൂപപ്പെട്ടു വന്നതാണെന്നുള്ള കൃത്യമായിട്ടൊരു അവബോധം അത് നമ്മുടെ സമൂഹ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഒരു ചരിത്രപരമായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം, ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെക്കാട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.